ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് ഞങ്ങളുടെ ബേബിയുടെ കാത് കുത്താണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി കാത് കുത്താം എന്നുള്ള പ്ലാനിങ്ങിൽ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ചിങ്ങമാമാൻ വേണ്ടിയിട്ട്. അവൾക്ക് ചോറ് കൊടുത്തിട്ട് ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാത് കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡേറ്റാണ് ഇന്ന് ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി ഭീമ ജ്വല്ലറിയിലാണ് കേട്ടോ പോകുന്നത്. ഈ കാത് കുത്തൽ പരിപാടിയിൽ എനിക്ക് മാത്രമാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അത് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് കുത്തണോ, 6 മാസം ആയില്ല, പിന്നെ അതുപോലെ തന്നെ 1 വയസ്സ് കഴിഞ്ഞിട്ട് കുത്താം. എൻ്റെ ഹസ്ബൻഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് അവൾക്ക് കുത്തണമെന്നുണ്ടെങ്കിൽ കുത്തട്ടെ എന്നുള്ള ഇതിലാണ്. പക്ഷേ എനിക്കായിരുന്നു നിർബന്ധം. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ, ഇത്ര കുഞ്ഞായിരിക്കുമ്പോൾ വലിയ പെയിനൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ 1 വയസ്സൊക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര പെയിൻ ആയിരിക്കും, കുട്ടി എപ്പോഴും ആ കാതിലിങ്ങനെ പിടിക്കും എന്നൊക്കെ ഞാൻ പലരും ഇങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് പറ്റിയ ടൈം. അപ്പോൾ എൻ്റെ ബേബിക്ക് ഇപ്പം തന്നെ കാത് കുത്താന്ന് എൻ്റെ ഒരു ഒറ്റ തീരുമാനത്തിലാണ് ഞങ്ങൾ ഇതാ കാത് കുത്താൻ വേണ്ടി ബേബിയിൽ വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മയും കുഞ്ഞയും മാമനും എല്ലാവരും എത്തി കേട്ടോ. അപ്പോൾ കാത് കുത്തുന്ന ആൾ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ബേബിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് സംഭവിക്കാൻ പോണെന്ന്. അങ്ങനെ ഇതാ ശരത്തേണ് കുറച്ച് അവൾ കരയുന്ന സീൻ ആയതുകൊണ്ട് മാമനാണ് കേട്ടോ അവളുടെ കാത് കുത്താൻ വേണ്ടി ഇരുത്തിയത്. ആദ്യം അവൾ ഭയങ്കര കൗതുകത്തോടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കുത്തിയപ്പോൾ ആ കുത്തിയ ഒരു ടൈമിൽ ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കാത് കുത്ത് കഴിഞ്ഞു കേട്ടോ. പ്രതീക്ഷ അത്ര വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അവളെ കുത്തിയ സമയത്ത് ഒരു ചെറിയ കരച്ചിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവൾ ഓക്കെ ആയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പെട്ടെന്നെല്ലാം കഴിയുന്നതുകൊണ്ട് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപ്പ് വെള്ളം തൊട്ട് വെച്ച് കൊടുക്കണം, ഹീലാവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷനൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11-11:30 ആയിട്ടുള്ളൂ. വിചാരിച്ചു എന്താ പിരിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഷെഫ് പിള്ളേർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത്. ഇത് ട്രിവാൻഡ്രത്ത് പുതുതായിട്ട് വന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാ എത്തി. പക്ഷേ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. കാരണം ഞങ്ങൾ 11:30 എത്തിയത്. 12 മണിക്ക് അവിടെ ലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം പോസ്റ്റായി ഇരുന്നു, കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലഞ്ചിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് സൂപ്പാണ് കേട്ടോ. നാടൻ മട്ടൻ സൂപ്പാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് നല്ല സൂപ്പായിരുന്നു. അപ്പോൾ കൊള്ളായിരുന്നു, കുടിച്ചു. പിന്നെ ചെറിയ വിശപ്പുണ്ടായിരുന്നു. കാരണം ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നല്ലൊരു തട്ടാമെന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടിപ്പോൾ ഉള്ളത്. അതിൽ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കതും ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. കാരണം വിശപ്പിൻ്റെ വിളി കാരണം ആദ്യമേ കഴിച്ചു. അപ്പോൾ അതിലൊന്നായിരുന്നു അത് വേണാട് പാൽക്കൊഞ്ച്, പിന്നെ അതുപോലെ സംഭാരം കടുമാങ്ങ പാനിപ്പൂരി, അഞ്ചുപുളി ചിക്കൻ, ക്രാബ് റോസ്റ്റ്, ഫിഷ് നിർവാണ, അപ്പം അതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ കൊച്ചുള്ളി തീയൽ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് റൈസിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാക്ക് ഫ്രൂട്ട് കോക്കനട്ട് പുഡിംഗ്. അത് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു മൊജിറ്റോ നേരത്തെ ഓർഡർ ചെയ്ത് ലാസ്റ്റ് ആണ് വന്നത് കേട്ടോ. അത് കൊള്ളായിരുന്നു. അതും കുടിച്ചിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങി. അതിനുള്ള എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.